നമസ്കാരം. ദുബായിൽ തൃശ്ശൂർ പൂരം 6ാമത്തെ തവണ അതിഗംഭീരമായി ആഘോഷിക്കാനിരിക്കെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഹരി പി നായർ പുതിയൊരു സോങ് കൂടി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഹരി പി നായരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഏറ്റവും പുതിയ ദുബായ് തൃശ്ശൂർ പൂരത്തിൻ്റെ താങ്കൾ ഒരുക്കിയ ആ പുതിയ സോങ്ങിനെ പറ്റിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാം. ദുബായ് തൃശ്ശൂർ പൂരം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പൂരപ്രേമികളും പ്രവാസികളും ഒക്കെ. 6ാമത്തെ തവണയാണ് ഇത്തവണത്തെ പൂരം. അപ്പോൾ സബീൽ പാർക്കിൽ വെച്ചാണ്. ഒരുപാട് കലാരൂപങ്ങളുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. ഞാനും പോകുന്നുണ്ട്. ഞാൻ ആദ്യത്തെ തവണ പോയിരുന്നു ദുബായ് തൃശ്ശൂർ പൂരത്തിന്. ഇപ്പോൾ 6ാമത്തെ തവണയും പരിപാടിയിൽ പങ്കെടുക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഒരുക്കി സന്നിധാനത്തിലാണ് പാടിയിരിക്കുന്നത്. ഞാനാണ് ഗാനരചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കടലിനക്കരെ കുടകൾ മാറുന്ന പൂരത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അതെ, അവിടെ എത്തിയിരിക്കുന്നത്. അതിൽ പിന്നെ കുറച്ച് കൊറിയോഗ്രാഫി, ഡാൻസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. മധു ആര്യ തുടങ്ങിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് അതിലെ നൃത്തം, എൻ്റെ കൊറിയോഗ്രാഫി ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ പാട്ടിന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. വലിയ സന്തോഷം. കടലിനക്കര കുടകൾ മാറണ പൊടി പൊടിക്കണ പൂരം, കരളിൽ ഉത്സവ കളമൊരുക്കണ തുടി തുടിക്കണ പൂരം, കതിന പൊട്ടണ പൂരം, പല കല നിറയണ പൂരം, പൊടിയുയർത്തണ പൂരം, കിടു കിടു കിടുങ്ങണ പൂരം. മട ദുബായ് തൃശ്ശൂർ പൂരം, മട ദുബായ് തൃശ്ശൂർ പൂരം. ആദ്യത്തെ തവണത്തെ ദുബായ് തൃശ്ശൂർ പൂരത്തിനും ഒരു സോങ് ഉണ്ടായിരുന്നു. അനൂപ് ശങ്കറാണ് പാടിയിരുന്നത്. അത് 2019 ബോളിവുഡ് പാർക്സ് എന്ന ദുബായിൽ വളരെ പ്രശസ്തമായ സ്ഥലത്ത് വെച്ച് നടക്കുന്ന പൂരം. അപ്പോൾ ഓരോ വർഷം ചെയ്ത് അവിടെയുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ അനുഭവസമ്പന്നരാകുമ്പോൾ വർഷം കൂടുന്തോറും പൂരത്തിന്റെ മിഴിവും അഴകും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തുടക്കം കുറിച്ചാണ് ആദ്യത്തെ ദുബായ് തൃശ്ശൂർ പൂരം. ആ പൂരം സോങ്ങും വളരെയധികം നല്ലൊരു ഓർമ്മ തന്നെയാണ്. പൂമരശോഭ ചൊരിഞ്ഞു മനോഹര മേണമൊരുങ്ങിയ മേടനിലാവിന് ചാമര ഭംഗി പകർന്നൊരു സംഭവമായി ആരും മാട്ടു വിളിച്ചതിരേറ്റു കുറുങ്കുഴലൂതിയുണർത്തിയ താളലയങ്ങളിൽ ആരവമേകി വിരിഞ്ഞൊരു ചാരുതയായി അറബി നാട്ടിലെ അതിശയമായി അഴക് പൊഴിയുമീ പൊടിപൂരം അലകടൽ കടന്നണയുകയായി മധുരമോഹനം മലയാളം ഹൃദയത്തിൽ പൂരത്തിൻ നിറദീപം തെളിയിക്കും ഇടമല്ലയും തൃശ്ശൂർ. ഇതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഹരിഗീതം എന്ന് പറഞ്ഞിട്ട് ഹരി എഴുതിയ ഒരു കവിതാ സമാഹാരം തന്നെ ഇറക്കിയത് ഞാൻ കണ്ടു. അപ്പൊ അതില് ഈ പൂരപ്പാട്ടുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ? ഹരിഗീതം എന്ന പുസ്തകം ഞാൻ എഴുതിയ 84 കവിതകൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ്. അതിലെ ഉത്സവ ഗീതങ്ങളുണ്ട്, പ്രണയ ഗീതങ്ങളുണ്ട്, ഭക്തി ഗീതങ്ങളുണ്ട്, ഒപ്പം പൂരത്തെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്. ഞാൻ ആദ്യം എഴുതിയത് പൂരം മനോഹരം എന്നൊരു പാട്ടാണ്. ഇന്ദുലേഖ വാര്യർ പാടിയത്. അതിന്റെ വിഷ്വലൈസേഷനിൽ രചന നാരായണൻകുട്ടി, ഗായത്രി സുരേഷ്, മാളവിക തുടങ്ങിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതൊരു ഡാൻസ് ഫോം, ക്ലാസിക്കൽ ഡാൻസ് ഫോം രൂപത്തിലായിരുന്നു. അതാണ് ആദ്യത്തെ പാട്ട്. ഡാൻസ് ടച്ച്. മനോഹരം നേരം പ്രഭാമയം കാലം കൊളുത്തും കിടാവിളക്ക് പൂരം മനോഹരം മേളം രസാവഹം കാലം മുഴക്കുന്ന കേളികൊട്ട്. അതിന് ഉടൻ പൂരം എന്നൊരു പാട്ട് എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. അതിലെ മാത്തുക്കുട്ടി കലേഷ് അവരാണ് അതിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. അത് രഞ്ജിത്ത് ഉണ്ണി എന്ന ഗായകനാണ് പാടിയിരിക്കുന്നത്. പിന്നീട് ഓരോ വർഷവുമുള്ള പാട്ടുകളിൽ കൊറോണ വന്ന സമയത്ത് ഹൃദയത്തിൽ പൂരം എന്നൊരു പാട്ടും പിന്നീട് കുട്ടികൾക്ക് വേണ്ടി തൃപ്പൂരം എന്നൊരു പാട്ടും ഒരുക്കി. അത് രണ്ടും വിജേഷ് ഗോപാൽ എന്ന സിംഗറാണ് പാടിയിരിക്കുന്നത്. പൂരപ്രേമം എന്നൊരു പാട്ടാണ് ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് ഒരുക്കിയിരുന്നത്. അത് സന്നിധാനത്തിനെ പാടിയിരിക്കുന്നത്. പൂരത്തിനെത്താൻ ഒരുങ്ങുന്നുണ്ട് ചേലൊത്ത പെണ്ണൊരുത്തി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഇതിനിടയിൽ ആദ്യത്തെ ദുബായ് തൃശ്ശൂർ പൂരത്തിന് അനൂപ് ശങ്കർ പാടിയ പാട്ടും ഇത്തവണത്തെ ദുബായ് തൃശ്ശൂർ പൂരത്തിന്റെ പാട്ടും ഉൾപ്പെടെ ഒരു 7 പാട്ടുകൾ ഒരുക്കാൻ പറ്റി. അതെല്ലാം ഈ ഹരിഗീതം എന്ന പുസ്തകത്തിലുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഹരിഗീതം എന്ന എൻ്റെ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണത്തെ യാത്രയിൽ 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് ദുബായ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതും പിന്നെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുക എന്നുള്ളത് രണ്ടും ചേർന്ന് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. നമുക്ക് തൃശ്ശൂർ നമ്മുടെ ജന്മനാട് നൽകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ ചേർന്നാണ് സംഭവിക്കുന്നത്. ഇനിയും താങ്കൾ ഒരുപാട് ഉയരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇനി ഒരുപാട് കവിതകളൊക്കെ എഴുതി തൃശ്ശൂരിന്റെ അഭിമാനം നാടൊട്ടുക്ക് എന്നല്ല ലോകം ഒട്ടുക്ക് ഒരു വിഷ്വലൈസ് രൂപത്തിൽ മുന്നിലേക്ക് എത്തിക്കാനും
താങ്കൾക്ക് ഇനിയും കഴിയട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മട ദുബായ് തൃശൂർ പൂരം, മട ദുബായ് തൃശൂർ പൂരം.